നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതി അപ്പീൽ സ്വീകരിച്ചു. ആ സംഭവം കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയിൽ വന്നൊരു സംഭവം തന്നെയാണ്. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഈ കേസിലെ കുറ്റകൃത്യം ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ. ഈ കേസിൻ്റെ 8ാം പ്രതിയായ ദിലീപായിരുന്നു ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ. ദിലീപ് തന്നെയാണ് മറ്റു ചില പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി 2017 ഫെബ്രുവരിയിൽ നടിയെ ആക്രമിച്ചത്. 2017 ഫെബ്രുവരി വൈകിട്ട് നടി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴിയിൽ നെടുമ്പാശ്ശേരി ഭാഗത്ത് വെച്ച് നടിയുടെ കാറ് തടഞ്ഞ് പൾസർ സുനി ഉൾപ്പെടെയുള്ളവരകത്ത് കയറി നടിയെ സെക്ഷലായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യം അവർ ചിത്രീകരിച്ചു. അത് ദിലീപിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കേസ്. 2017 ഫെബ്രുവരി 17 വൈകിട്ടുണ്ടായ സംഭവത്തിനെ സംബന്ധിച്ച് കേസ് അന്വേഷിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി. അതിനുശേഷം ട്രയൽ നടന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജകുമാർ ആയിരുന്നു കേസ് നടത്തിയത്. എന്തായാലും 6 പ്രതികളെ ശിക്ഷിച്ചു. 15 പ്രതികളെ 6 പേർക്ക് 20 വർഷം പല വകുപ്പുകളായിട്ട് ശിക്ഷിക്കുകയുണ്ടായി. അതേസമയത്ത് പ്രധാന പ്രതിയും കോൺസ്പിറേറ്ററുമായിരുന്ന ദിലീപ് ഉൾപ്പെടെയുള്ള 4 പേരെ വെറുതെ വിടുകയും ചെയ്തു. വിചാരണ കോടതിക്കെതിരായിട്ട് ആരോപണം ധാരാളം വന്നു. അവരെ വസ്തുതകളും നിയമപരമായ വശങ്ങളും പരിശോധിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നാണ് വിചാരണ കോടതിക്കെതിരായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മതിയായ ഇമ്പോർട്ടൻസ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾക്ക് കൊടുത്തില്ല. വിചാരണ കോടതിയുടെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചൊക്കെയാണ് അപ്പീൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം 6 പേരെ ശിക്ഷിച്ചിരിക്കുന്നത്, പൾസർ സുനി ഉൾപ്പെടെ 6 പേരെ പല വകുപ്പിലാണ് 20 വർഷം ശിക്ഷിച്ചിരിക്കുന്നത്. അവർക്ക് മാക്സിമം പണിഷ്മെൻറ്റ് കൊടുക്കണം, ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. കാരണം അവർ ജീവപര്യന്തം തടവ് കൊടുക്കേണ്ട ശിക്ഷയാണത്. പക്ഷേ പല വകുപ്പിൽ 20 വർഷമാണ് ശിക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷ പോരാ. ഇത്രയും വലിയ കുറ്റകൃത്യം നടത്തിയവർക്ക് പരമാവധി മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. സമൂഹത്തിനും അതുതന്നെയാണ് നല്ലത് എന്നാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇപ്പോൾ അത് ഫയലിൽ സ്വീകരിച്ച് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും ആ കേസ് അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട് 90 ദിവസത്തിനകം ഫയൽ ചെയ്താൽ മതി. എങ്കിലും അതിൽ 70ാമത്തെ ദിവസം 77ാമത്തെ ദിവസം തന്നെ അപ്പീൽ ഫയൽ ചെയ്തു. പക്ഷേ ശിക്ഷിച്ച 6 പേരുടെ ആ ശിക്ഷ വർദ്ധിപ്പിക്കണമെങ്കിൽ 60 ദിവസത്തിനകം അത് ഫയൽ ചെയ്യണം. പക്ഷേ ഒരു 10-17 ദിവസത്തെ താമസം വന്നതായിട്ട് കണ്ടു. പക്ഷേ അതിന് പ്രതികൾക്ക് നോട്ടീസ് കൊടുത്ത് ആ കാര്യം ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. അത് പരിഹരിക്കുകയും ചെയ്തു എന്നാണ് വരുന്നത്. 6 പ്രതികൾ ജയിലിലായതുകൊണ്ട് 6 പ്രതികൾക്ക് അപ്പീലിനുള്ള നോട്ടീസ് ജയിൽ സൂപ്രണ്ട് മുഖേന കൊടുത്തു കഴിഞ്ഞു. 4 പേരെ ശിക്ഷിക്കണമെന്ന് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത് 8ാം പ്രതിയായ ദിലീപും 7ാം പ്രതിയായ ചാർലി തോമസും 9ാം പ്രതി മേസ്ത്രി സനിൽ 15ാം പ്രതി ശരത്ത് എന്നിവരെയാണ് ഗൂഢാലോചനയ്ക്കും മറ്റും ശിക്ഷിപ്പിക്കേണ്ടത് എന്നാണ് പ്രോസിക്യൂഷൻ വാദം. എന്തായാലും അവർക്കൊക്കെ നോട്ടീസ് നെടുമ്പാശ്ശേരി SHO മുഖേന കൊടുത്തു കഴിഞ്ഞു. എന്തായാലും വിചാരണ കോടതിയുടെ ഈ തീരുമാനത്തിന് പ്രോസിക്യൂഷന് പൊതുജനങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് അപ്പീലിലെ പ്രസക്ത ഭാഗം. എന്തായാലും അപ്പീൽ ഫയൽ ചെയ്ത് ഇനി പ്രതികൾക്ക് നോട്ടീസും പോയ സ്ഥിതിക്ക് അടിയന്തരമായിട്ട് ഹൈക്കോടതി അത് പരിഗണിക്കും എന്നാണ് കരുതുന്നത്. അപ്പീലിന് നോട്ടീസ് പോയ സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ അതിന്
ഹൈക്കോടതി അത് കേൾക്കും എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടത് അത് കോടതി അവർക്കെതിരായിട്ടുള്ള തെളിവുകൾ കൃത്യമായി പരിശോധിക്കാതെയും നിയമപരമായ പല വീഴ്ചകൾ അതിൻ്റെ സംഭവിച്ചുമാണ് ആ കേസ് ഇവരെ 4 പേരെ വെറുതെ വിടാൻ കാരണം എന്നാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി തന്നെയായിരിക്കും ഇത്. ലോവർ കോടതിയെ ശിക്ഷിക്കും എന്ന് കരുതിയിരുന്നെങ്കിലും അവിടുത്തെ ആ ജില്ലാ ജഡ്ജി കാര്യമായ എവിഡൻസുകളെ പ്രോസിക്യൂഷൻ കൊടുത്തതൊന്നും പരിഗണിച്ചില്ല. അങ്ങനെ പല സാക്ഷികളെയും അവിശ്വസിച്ചു കോടതി. ഈ കേസിൽ സെക്കൻഡ് കുറ്റച്ചാർജിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായി വന്ന ബാലേന്ദ്രകുമാർ എന്നയാൾ അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്ന് വരെ ആ കേസിലേക്ക് പ്രതിക്കെതിരെ മൊഴി കൊടുക്കുകയുണ്ടായി, ദിലീപിനെതിരെ മൊഴി കൊടുക്കുകയുണ്ടായി. ദിലീപിൻ്റെ വക്കീൽ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ക്രോസ് വിസ്താരം നടത്തിയൊക്കെ കണ്ടു. അതിനുശേഷം അധികം നാൾ അദ്ദേഹം ജീവിച്ചില്ല, അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. സിനിമ സംവിധായകനും പ്രൊഡ്യൂസറുമായ ബാലചന്ദ്രകുമാർ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ആ നടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യം താൻ കണ്ടു എന്നാണ്. അത് പിന്നീട് പോലീസ് റിക്കവറി ചെയ്തിട്ടുമുണ്ട്. അത് തേച്ചു മാച്ച് കളയാനായിട്ട് പല ഫോണുകളുമായിട്ട് ദിലീപും സംഘവും ബോംബെ വരെ പോയി അത് ഡിലീറ്റ് ചെയ്തെങ്കിലും അത് പിന്നീട് അതിൻ്റെ സെൻട്രൽ ഓഫീസ് പൂനെയിൽ നിന്ന് റിക്കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കോടതി അംഗീകരിച്ചിട്ടില്ല, അത് എവിഡൻസായിട്ട് കോടതി സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് കോടതിക്കെതിരായി ഈ പ്രോസിക്യൂഷൻ പറഞ്ഞത് അത് കൃത്യമായ തെളിവുകളൊന്നും കോടതി അസസ് ചെയ്തില്ല, കോടതി പല സാക്ഷികളുടെയും മൊഴി വിശ്വസിച്ചില്ല, ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി കോടതി അവിശ്വസിക്കുകയും ചെയ്തു എന്നാണ് വരുന്നത്. എന്തായാലും നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നീതിന്യായ ചരിത്രത്തിൽ ഇന്ന് വരെ എന്നും ഓർത്തിരിക്കുന്ന ഒരു കേസ് തന്നെയാണ് ഇത്. അതേസമയത്ത് ഇന്ത്യയിലെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത ഒരു കേസെന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ എല്ലാ വക്കീലന്മാരും നീതിന്യായ വ്യവസ്ഥയിലെ കൂടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഈ കൊട്ടേഷൻ വലിയ പ്രാധാന്യത്തോടെ അവരത് കാണും. കാരണം ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നത് ആദ്യത്തെ സംഭവമാണ്. രണ്ടാമത് അങ്ങനെ ഒരു കേസും ഉണ്ടായി. മലയാളത്തിലെ പ്രശസ്തനായ ഒരു നടനും അതോടൊപ്പം ഒരു നടിക്കും എതിരായിരുന്നു ആ നടൻ ഈ കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ളതായിരുന്നു ഈ കേസിൻ്റെ രത്നച്ചുരുക്കം. എന്തായാലും ബൈജു പൗലോസ് എന്ന DYSP അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുന്നതാണ് ഈ കേസ് അന്വേഷിച്ച് പിന്നെ അദ്ദേഹം പ്രൊമോഷൻ ലഭിച്ചു. പ്രോസിക്യൂഷന് അദ്ദേഹം അന്വേഷണം മുതൽ പ്രോസിക്യൂഷൻ്റെ അവസാനം വരെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പലരും മാറിയെങ്കിലും അവസാനം വരെ അഡ്വക്കേറ്റ് അജയകുമാർ നിലനിന്നു. അജയകുമാറും ബൈജു പൗലോസിൻ്റെ പ്രവർത്തനം മൂലമാണ്, അവരുടെ എഫർട്ട് മൂലമാണ് ഈ കേസിന് ഇത്രയെങ്കിലും എവിഡൻസ് കൊണ്ടുവരാനും അത് കോടതിയിൽ ബോധ്യപ്പെടുത്താനും. രണ്ടാമത് വിട്ടുപോയ ഈ കേസിൻ്റെ ബ്രെയിനായ ദിലീപിന് എതിരെ, ദിലീപും മൂന്ന് പേർക്കും എതിരെ അവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ അപ്പീലിലെ അപേക്ഷ കൊടുക്കുകയും ചെയ്ത ഈ സ്പെഷ്യൽ ടീം അഡ്വക്കേറ്റ് അജയകുമാറും ബൈജു പൗലോസും അവരുടെ ശ്രമഫലമായി അപ്പീൽ ഗവൺമെൻറ്റിൽ കൊടുക്കുകയും ഗവൺമെൻറ് അത് അംഗീകരിക്കുകയും അങ്ങനെ ഹൈക്കോടതിയിൽ അത് ഫയൽ ചെയ്യുകയും ചെയ്തു. എന്തായാലും മലയാള സിനിമയിലെ അടിമുടി ഈ ഒരു സംഭവം വല്ലാതെ വിറപ്പിച്ച് കളഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് പല പല പ്രശ്നങ്ങളും മലയാള സിനിമയ്ക്കുണ്ടായി. അമ്മ എന്ന സംഘടനയുടെ അവരുടെ നിലപാടുകൾ എന്താണെന്ന് പൊതുജനങ്ങൾ അറിഞ്ഞതും അങ്ങനെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മലയാള സിനിമയിലെ നടിമാർക്ക് സംരക്ഷണം കിട്ടത്തക്ക രീതിയിലുള്ള പല പല നിയമങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ പീഡിപ്പിച്ച പല നടികളുടെ പരാതി ഗവൺമെൻറ് ലഭിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ഓടി വരും. എന്തായാലും ഇതിൻ്റെ അപ്പീൽ ഏതായാലും ഹൈക്കോടതി സ്വീകരിച്ചു. അത് അപ്പീൽ ഉടൻ തന്നെ കേൾക്കും. എല്ലാവരും ഇതിൻ്റെ വിധി കാതോർത്തിരിക്കുന്നതായിട്ടാണ്
മനസ്സിലാക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഈ കേസിൻ്റെ വിധി അവർ ശ്രദ്ധാപൂർവം കേൾക്കാനായിട്ട്, ഹൈക്കോടതിയുടെ തീരുമാനം എന്താണെന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വിധിയുടെ ഈ അടുത്ത വിധി എന്തായിരിക്കുമെന്നുള്ളതാണ്.